Hi everyone. Speed control of three-phase induction motors using variable voltage, variable frequency AC drives. അത് കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ ഒരു AC മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AC ഡ്രൈവ്, അതായത് വേരിയബിൾ ഫ്രീക്വൻസി, വേരിയബിൾ വോൾട്ടേജ് ഡ്രൈവ്സ് ഉപയോഗിച്ചിട്ട് ഒരു AC മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. V/F റേഷ്യോ കോൺസ്റ്റൻറ്റ് ചെയ്ത് ആക്കി വെച്ചിട്ട് നമുക്ക് എങ്ങനെ അതൊക്കെ ചെയ്യാം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓപ്പറേഷൻ ഓഫ് എൻ AC ഡ്രൈവ്, ഒരു AC ഡ്രൈവിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓപ്പറേഷൻ ഓഫ് AC ഡ്രൈവ്. സ്റ്റാർട്ടിംഗ് ഓഫ് AC ഡ്രൈവ്, ഒരു AC ഡ്രൈവിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ കാര്യങ്ങൾ. വെൻ ദ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഈസ് സ്റ്റാർട്ടഡ്, ദ അപ്ലൈഡ് ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് ആർ ഇൻക്രീസ്ഡ് അറ്റ് എ കൺട്രോൾഡ് റേറ്റ് ഓർ റാംഡ് അപ് ടു ആക്സലറേറ്റ് ദ ലോഡ്. നമ്മളൊരു വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്ലൈഡ് ഫ്രീക്വൻസിയും വോൾട്ടേജും ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജിനെയും ഫ്രീക്വൻസിനെയും നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കുന്നത് മെല്ലെ മെല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൺട്രോൾഡ് റേറ്റിലാണ് നമ്മളതിനെ ഇൻക്രീസ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് കൂടുകയല്ല, കൺട്രോൾഡ് റേറ്റിൽ നമ്മൾ വോൾട്ടേജിനെയും ഫ്രീക്വൻസിനെയും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. ഓർ റാംഡ് അപ് ടു ആക്സലറേറ്റ് ദ ലോഡ്, അല്ലെങ്കിൽ ലോഡിനെ ആക്സലറേറ്റ് ചെയ്യിക്കുന്നത് വരെ മെല്ലെ ഒരു റാമ്പ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മളതിനെ ഇൻക്രീസ് ചെയ്യിക്കും. ദിസ് സ്റ്റാർട്ടിംഗ് മെത്തേഡ് typically allows motor to develop 150% of its rated torque, while the VFD is drawing less than 50% of its rated current from the mains in the low speed range. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോട്ടോറിന് ഏകദേശം 150% ഓഫ് ഇറ്റ്സ് റേറ്റഡ് ടോർക്കിൻ്റെ 150%ഓളം ടോർക്കിനെ ഡെവലപ്പ് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. വൈൽ ദ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഈസ് ഡ്രോയിങ് ലെസ് ദാൻ 50% ഓഫ് ഇറ്റ്സ് റേറ്റഡ് കറണ്ട്. ഇങ്ങനെ 150%ഓളം റേറ്റഡ് ടോർക്കിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 150% ഓഫ് ഇറ്റ്സ് റേറ്റഡ് ടോർക്കിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും സപ്ലൈ മെയിൻസിൽ നിന്ന് ആകെ 50% ഓഫ് റേറ്റഡ് കറണ്ട് മാത്രമേ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഡ്രോ ചെയ്യുന്നുള്ളൂ. ഇത് ലോ സ്പീഡ് റേഞ്ചിൽ അതായത് ബേസ് സ്പീഡിൻ്റെയൊക്കെ താഴെ ലോ സ്പീഡ് റേഞ്ചിൽ ആകെ 50% ഓഫ് റേറ്റഡ് കറണ്ട് മാത്രമേ ഡ്രോ ചെയ്യിക്കുന്നുള്ളൂ. A VFD can be adjusted to produce a steady 150% starting torque from standstill right up to the full speed. അപ്പോൾ ഇതുപോലെ ഒരു വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്കിനെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റഡി 150% സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫ്രം ദ സ്റ്റാൻഡ് സ്റ്റിൽ റൈറ്റ് അപ്പ് ടു ദ ഫുൾ സ്പീഡ്. സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ നിന്നും ഫുൾ സ്പീഡ് ആവുന്നത് വരേക്ക് 150%ഓളം സ്റ്റാർട്ടിംഗ് ടോർക്കിനെ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റഡി സ്റ്റാർട്ടിംഗ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ മോട്ടോർ കൂളിംഗ് ഡിറ്റീരിയോറേറ്റ്സ് ആൻഡ് ക്യാൻ റിസൾട്ട് ഇൻ ഓവർ ഹീറ്റിംഗ് ആസ് സ്പീഡ് ഡിക്രീസസ്. നമ്മൾ ലോ സ്പീഡിൽ ഒരുപാട് നേരം വർക്ക് ചെയ്യുകയാണെങ്കിൽ, സ്പീഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മോട്ടോറിൻ്റെ കൂളിംഗ് പ്രോപ്പർട്ടി ഡിറ്റീരിയോറേറ്റ് ചെയ്യും. കൂളിംഗ് അത്ര നന്നായിട്ട് നടക്കില്ല ലോ സ്പീഡ് റേഞ്ചിൽ. ആൻഡ് ക്യാൻ റിസൾട്ട് ഇൻ ഓവർ ഹീറ്റിംഗ്. കൂളിംഗ് നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഓവർ ഹീറ്റിങ്ങിന് കാരണമാകും. പ്രോലോങ്ഡ് ലോ സ്പീഡ് ഓപ്പറേഷൻ, ഒരുപാട് നേരത്തേക്ക് ലോ സ്പീഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് സിഗ്നിഫിക്കൻറ്റ് ടോർക്ക് is not usually possible without separately motorized fan ventilation. അതായത് ലോ സ്പീഡ് റേഞ്ചിൽ നമ്മൾ എക്സ്ട്രാ സെപ്പറേറ്റ്ലി ഒരു മോട്ടറൈസ്ഡ് ഫാൻ വെൻറ്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാതെ നമുക്ക് ആ ഒരു സിഗ്നിഫിക്കൻറ്റ് ടോർക്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റഡി 150%ഓളം സ്റ്റാർട്ടിംഗ് ടോർക്കിൽ ലോ സ്പീഡ് റേഞ്ചിൽ നമുക്ക് ഒരുപാട് നേരം വർക്ക് ചെയ്യിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരുപാട് നേരം വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ മോട്ടോറിന് ഓവർ ഹീറ്റിംഗ് സംഭവിക്കാനും ഡാമേജ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും നേരം നമ്മൾ ലോ സ്പീഡ് റേഞ്ചിൽ
സ്റ്റാർട്ടിംഗ് ടോർക്ക് ഒരു 150% അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് നല്ലൊരു ടോർക്കിൽ നമ്മൾ വർക്ക് ചെയ്യിക്കുകയാണെങ്കിലും ഒരു എക്സ്ട്രാ സെപ്പറേറ്റ്ലി മോട്ടറൈസ്ഡ് ഫാൻ വെൻറ്റിലേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പിംഗ് ഓഫ് എൻ എ സി ഡ്രൈവ്. ഒരു എ സി ഡ്രൈവ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ വിത്ത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് VFD, ദ സ്റ്റോപ്പിംഗ് സീക്വൻസ് ഈസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ആസ് ദ സ്റ്റാർട്ടിംഗ് സീക്വൻസ്. സ്റ്റോപ്പിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സീക്വൻസിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നടക്കുന്നത്. ദ ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് സപ്ലൈ ടു ദ മോട്ടോർ ആർ റാംഡ് ഡൗൺ അറ്റ് എ കൺട്രോൾഡ് റേറ്റ്. ഫ്രീക്വൻസിയും വോൾട്ടേജും മോട്ടറിലേക്ക് അപ്ലൈ ചെയ്ത ഫ്രീക്വൻസിയും വോൾട്ടേജും കൺട്രോൾഡ് റേറ്റിൽ റാം ഡൗൺ ചെയ്യും. വെൻ ദ ഫ്രീക്വൻസി അപ്രോച്ചസ് 0, ദ മോട്ടോർ ഈസ് ഷട്ട് ഓഫ്. ഫ്രീക്വൻസി 0 ആവുന്ന കണ്ടീഷനിൽ മോട്ടർ ഓഫായി പോകും. അഡീഷണൽ ബ്രേക്കിംഗ് ടോർക്ക് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എ ബ്രേക്കിംഗ് സർക്യൂട്ട്. റെസിസ്റ്റർ കൺട്രോൾഡ് ബൈ എ ട്രാൻസിസ്റ്റർ ടു ഡിസിപ്പേറ്റ് ദ ബ്രേക്കിംഗ് എനർജി. ഇനി നമുക്ക് അഡീഷണൽ ബ്രേക്കിംഗ് ടോർക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് സാധിക്കുന്നത്? ബൈ ആഡിങ് എ ബ്രേക്കിംഗ് സർക്യൂട്ട്. ഒരു ബ്രേക്കിംഗ് സർക്യൂട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ ബ്രേക്കിംഗ് ടോർക്ക് ഒബ്റ്റെയിൻ ചെയ്യാം ടു ഡിസിപ്പേറ്റ് ദ ബ്രേക്ക് എനർജി. നമുക്കത് ഒരു മോട്ടോർ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്രേക്ക് എനർജി ഉണ്ടാവും. ആ ബ്രേക്ക് എനർജീനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റർ കൺട്രോൾഡ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ബ്രേക്കിംഗ് സർക്യൂട്ട് അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാർട്സ് ഓഫ് എ സി ഡ്രൈവ്. ഒരു എ സി ഡ്രൈവിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ജനറലി അസംബിൾഡ് ഇൻ എ മെറ്റാലിക് എൻക്ലോഷർ. ഈ എ സി ഡ്രൈവ് സാധാരണ ഒരു മെറ്റാലിക് എൻക്ലോഷറിൻ്റെ അകത്താണ് അത് അസംബിൾ ചെയ്യാറുള്ളത്. ദ ഫ്രണ്ട് പാനൽ ഹാസ് ദ പവർ യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസ്, കൺട്രോൾ ടെർമിനൽസ്, കീപാഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെ കീപാഡ് അറിയാം. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കീപാഡൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്? ഓപ്പറേറ്റർ ഇൻ്റർഫേസ്, അത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ആൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പോർഷൻ, ഓപ്പറേറ്ററും മെഷീനും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ഡിവൈസാണ് ഈ കീപാഡ്. ഫോർ കൺട്രോളിങ് ദ ഡ്രൈവ് മെറ്റാലിക് എൻക്ലോഷറിൽ അസംബിൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫ്രണ്ട് പാനലിനാണ് എന്തുണ്ടാവുക? പവർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസൊക്കെ ഫ്രണ്ട് പാനലിലാണ് ഉണ്ടാവുക. ഫ്രണ്ട് പാനലിൽ ഉണ്ടാവുന്നത് പവർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസും, നമ്മൾ പവർ കൊടുക്കുന്നതും പവർ എടുക്കുന്നതുമായിട്ടുള്ള ടെർമിനൽസ് എല്ലാം ഫ്രണ്ട് പാനലിൽ ഉണ്ടാവും. കൺട്രോൾ ടെർമിനൽസ് ഉണ്ടാവും. എല്ലാം ഫ്രണ്ട് പാനൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് പാനലിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കീപാഡ് ഫോർ കൺട്രോളിങ് ദ ഡ്രൈവ് എക്സെട്ര. ഇറ്റ് ഹാസ് ദ പ്രൊവിഷൻ ഫോർ കണക്റ്റിംഗ് ടു PC ഫോർ പ്രോഗ്രാമിംഗ് ദ ഡ്രൈവ്. ഇനി ഈ ഡ്രൈവിനെ പ്രോഗ്രാം ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ PC, അതായത് പേഴ്സണൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് ഒരു ഡ്രൈവ്, AC ഡ്രൈവിൻ്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പാനലിൻ്റെ പിക്ചറും താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിൽ മൗണ്ടിങ് സ്ക്രൂ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. 1 ആയിട്ട് ഈ ഫിഗറിൽ നോക്കിയാൽ 1 കാണാം. റൈറ്റ് സൈഡിൽ 1 എന്ന് പറയുന്നത് മൗണ്ടിങ് സ്ക്രൂ ഹോളാണത്. ദെൻ സെക്കൻഡ് വൺ നെയിം പ്ലേറ്റ് ലാബിൽ, റൈറ്റ് സൈഡിലായിട്ട് നെയിം പ്ലേറ്റ് ലാബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ബോട്ടം കവർ. ഫോർത്ത് വൺ ഡിജിറ്റൽ കീപാഡ്. നാലാമത്തേത് ഡിജിറ്റൽ കീപാഡാണ്. ഫ്രണ്ടിലായിട്ട് ഡിജിറ്റൽ കീപാഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ അപ്പർ കവർ, മേലെ അപ്പർ കവർ കാണാം. 6 വെൻറ്റിലേഷൻ ഹോള്. അതിൻ്റെ വെൻറ്റിലേഷൻ ഹോളാണ് 6th എന്ന് പറഞ്ഞ നമ്പറിൽ മേലെ വെൻറ്റിലേഷൻ ഹോൾസ് പ്രൊവൈഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഏഴാമത്തത് ഇൻപുട്ട് ടെർമിനൽ. താഴത്തെ ഫിഗറിൽ 7th വൺ ഇൻപുട്ട് ടെർമിനൽസ് RL1, R⁻L1, S⁻L2, T⁻L3 എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഇൻപുട്ട് ടെർമിനൽസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ 8th വൺ കൺട്രോൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ടെർമിനൽസ്.
അതവിടെ എട്ടാമത്തേത് കാണാം, കൺട്രോൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ടെർമിനൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 9th വൺ എക്സ്റ്റേണൽ ബ്രേക്ക് റെസിസ്റ്റർ ടെർമിനൽ. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണലി നമുക്കതിനൊരു ബ്രേക്ക് റെസിസ്റ്റർ പ്രൊവൈഡ് ചെയ്യാമെന്ന്. 9ാമത്തേതായിട്ട് കൊടുത്തിട്ടുള്ളത് എക്സ്റ്റേണൽ ബ്രേക്ക് റെസിസ്റ്റർ ടെർമിനൽസ് ആണ്. 10ാമത്തേത് ഔട്ട്പുട്ട് ടെർമിനൽസ്. 11ാമത്തേത് താഴെ ഗ്രൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പോർട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ പവർ ആൻഡ് കൺട്രോൾ ടെർമിനൽസ്. ഇൻ AC drive, the front panel has the ഇൻപുട്ട് പവർ ടെർമിനൽസും. ഫ്രണ്ട് പാനലിൽ ഇൻപുട്ട് പവർ ടെർമിനൽസിന് കൊടുത്തിട്ടുണ്ട് R⁻L1, S⁻L2, T⁻L3. അതിലേക്ക് നമ്മൾ 3 phase AC സപ്ലൈ 415 volt 50 ഹെർട്സിലുള്ള 3 phase AC സപ്ലൈ നമ്മൾ ഈ ടെർമിനൽസിലേക്ക് കണക്ട് ചെയ്യും. ദ 3 phase ഇൻഡക്ഷൻ മോട്ടർ ഈസ് കണക്റ്റഡ് ഓഫ് ഔട്ട്പുട്ട് പവർ ടെർമിനൽസ്. 3 phase ഇൻഡക്ഷൻ മോട്ടറിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് ടെർമിനൽസ് 3 phase ഇൻഡക്ഷൻ മോട്ടോറിൽ നമുക്ക് എന്തിനാണ് ഈ ഡ്രൈവിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പം സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സപ്ലൈ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ആ സപ്ലൈ നമ്മൾ ഏതിലേക്ക് കൊടുക്കും? നമുക്ക് ഏത് മോട്ടോറിൻ്റെ സ്പീഡാണോ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് ആ മോട്ടോറിലേക്ക് കണക്ട് ചെയ്യും. അതിനുള്ള ഔട്ട്പുട്ട് ടെർമിനൽസ് ഏതാ? U⁻T1, V⁻T2 ആൻഡ് W⁻T3. നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം, അതങ്ങനെ മോട്ടോറിലേക്ക് കണക്ട് ചെയ്തതായിട്ട് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. there are കൺട്രോൾ ടെർമിനൽസ്. കൺട്രോൾ ടെർമിനൽസ് എവിടെയൊക്കെയാണ്? ലെഫ്റ്റ് സൈഡിൽ താഴെ സപ്ലൈയുടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. M0, M1, M2, M3 ഒക്കെയാണ് അതിൻ്റെ കൺട്രോൾ ടെർമിനൽസ്. അതുപോലെ ഗ്രൗണ്ട്, ഇതിന് +10 വോൾട്ടേജ്, താഴേക്ക് +10 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. AV1 അനലോഗ് വോൾട്ടേജ് കൊടുക്കാനുള്ളതാണ്. ദെൻ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ്ങിന്. കൺട്രോൾ ടെർമിനൽസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിന്, സ്റ്റോപ്പിങ്ങിന്, റിവേഴ്സിങ്ങിന്, അതുപോലെ സ്പീഡ് കൺട്രോൾ ആക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പോർട്ടുകളെല്ലാം യൂസ് ചെയ്യാറുള്ളത്. മേലെ ഡീഫോൾട്ട് ഫാക്ടറി ഡീഫോൾട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് മേലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് M0യിലേക്ക് ഫോർവേഡ് ഓർ സ്റ്റോപ്പ് ഫങ്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. M1ലേക്ക് റിവേഴ്സ് ഓർ സ്റ്റോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ബട്ടണിൽ തന്നെ ഫോർവേഡും റിവേഴ്സും കൊടുക്കാൻ വേണ്ടി 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ M2 എന്ന് പറയുന്നത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. M3 മൾട്ടി സ്റ്റെപ്പ് ഓപ്ഷന് വേണ്ടിയിട്ടാണ്. ദെൻ ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സിഗ്നലിനുള്ളൊരു പോർട്ടും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് അവർ. ദെൻ പവർ സപ്ലൈ ഫോർ പൊട്ടൻഷ്യോമീറ്റർ +10 വോൾട്ട് അനലോഗ് വോൾട്ടേജ് 0 to 10 വോൾട്ട് DC അനലോഗ് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി AV1. ഇത്രയാണ് ഇതിൻ്റെ പവർ ആൻഡ് കൺട്രോൾ ടെർമിനൽസിൻ്റെ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.